ഒരു ആപ്പിളും ഒരു ക്യാരറ്റും കയ്യിലുണ്ടോ എങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ്. മറക്കാതെ സേവ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി ഒരു കടായി ചൂടാകാനായിട്ട് വെക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മാത്രം നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇതിനി നന്നായിട്ടൊന്ന് വാട്ടി വരട്ടെ. അതിനായിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ലാതെ തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് പച്ചച്ചൊവ്വയൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. പഞ്ചസാര പൂർണ്ണമായിട്ടും അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ക്യാരറ്റ് ഒന്നുകൂടി വെന്ത് അലിഞ്ഞ് വരുന്നുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 500 ml പാലാണ് ചേർക്കുന്നത്. ഏകദേശം 5ഓളം പേർക്ക് സുഖമായിട്ട് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയിലാണ് ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 500 ml പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യുക. ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റർഡ് പൗഡർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അതല്ല കുറച്ച് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാല് കുറുകി വരുന്നവരെയും വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പാല് അത്യാവശ്യം ഒന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ്. തണുക്കാനായിട്ട് വെക്കാം. നന്നായി ചൂട് പോയതിന് ശേഷം മാത്രം നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് ഇത് ചൂടൊക്കെ തണിഞ്ഞ് വന്നിട്ടുണ്ട്. 1/4 ഗ്ലാസ് വെള്ളത്തിലേക്ക് 8 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ചേർത്ത് കുതിർത്ത് വെച്ചതാണ്. പക്ഷേ ഇത്രയൊന്നും ആവശ്യമില്ല. ഒരു 5 ടേബിൾ സ്പൂണോളം മതിയാവും. ഇനി നമുക്ക് ഇതും കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു ഹെൽത്തി ഡ്രിങ്കായിട്ട് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് തേനും അതുപോലെ തന്നെ ഡേറ്റ്സും ചേർക്കാവുന്നതാണ്. ചിയാ സീഡ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് ഇനി ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. ആപ്പിൾ ഏറ്റവും അവസാനം ചേർക്കുന്നതായിരിക്കും നന്നാവുക. ആപ്പിളും ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നമ്മുടെ മനസ്സും വയറും ഒരേ സമയം വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഏകദേശം 5ഓളം പേർക്ക് സുഖമായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പോടു കൂടിയും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.